ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതെ, രണ്ട് രീതിയിൽ നമുക്ക് ആത്മീയ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. ഒന്ന് മാനുഷികമായും, രണ്ടാമത് ആത്മീകമായും ദൈവികമായും. അതെല്ലാ കാര്യങ്ങളെയും നമുക്ക് അങ്ങനെ തന്നെ ആമേൻ സ്തോത്രം. ദൈവമക്കളായി നമുക്ക് ഏത് കാര്യം ചെയ്താലും അത് മാനുഷികമാണോ ദൈവികമാണോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. ഈ നാളുകളിൽ നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്ത് തന്നെ നാം സംസാരിച്ചാലും പ്രവർത്തിച്ചാലും കർത്താവിന് വേണ്ടി ചെയ്താലും അതൊരിക്കലും മാനുഷികമാകരുത്, ദൈവികമായിരുന്നാൽ ഹല്ലേലൂയ നാം ചെയ്യുന്ന പ്രവൃത്തികളെ ആമേൻ സ്തോത്രം നശിപ്പിക്കുവാൻ യാതൊരു വ്യക്തിക്കോ ശക്തിക്കോ സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ദൈവാത്മാവിൻ്റെ നടത്തിപ്പിനനുസരിച്ച് ദൈവികമായി നാം ചെയ്യുന്ന യാതൊരു കാര്യങ്ങളെയും സ്തോത്രം ശത്രുശക്തികൾക്ക് നശിപ്പിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾ വന്നേക്കാം, ചില പ്രശ്നങ്ങൾ, ചില ശോധനകൾ ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ അത് നശിച്ചു പോകത്തില്ല. സ്തോത്രം. വീണ്ടും അതിശക്തിയോടെ ആ കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് സഹായിക്കും. ആമേൻ. ഇന്ന് പകൽക്കാല ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 38, 39 വചനങ്ങളിലെ 2 സെൻറ്റൻസ് നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു അവർ അവനെ അനുസരിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നു ഹല്ലേലൂയ, ഈ പ്രവൃത്തി, ഈ ആമേൻ സ്തോത്രം ആലോചനയോ പ്രവൃത്തിയോ, എന്താണ് ഇവിടെ നടന്ന ആലോചന, എന്താണ് ഇവിടെ നടന്ന പ്രവൃത്തി? സ്തോത്രം. അത് അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നുകൊണ്ടിരുന്നു. അനേക രോഗികൾ കൂട്ടമായി സൗഖ്യം പ്രാപിച്ചു. ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു. അതൊക്കെ കണ്ടപ്പോൾ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ ആമേൻ സ്തോത്രം പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് അപ്പോസ്തലന്മാരെ പിടിച്ച് കാരാഗൃഹത്തിലാക്കി, പൊതു തടവിലാക്കിയെന്ന് അതേ അധ്യായം 17-18 വചനങ്ങളിൽ നിന്ന് വായിക്കുന്നു. എന്നാൽ 19-ാം വചനത്തിൽ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിൽ നിന്ന് തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് 20-ാം വചനത്തിലൊരു കാര്യം പറയുന്നു: നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവൻ്റെ വചനമെല്ലാം ജനത്തോട് പ്രസ്താവിപ്പിനെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ അവർ ചെയ്ത പ്രവൃത്തി, ആമേൻ സ്തോത്രം, ദൈവം അവരെ തൻ്റെ ആത്മാവിനാൽ നിറച്ചു. അവരുടെ കയ്യാൽ അടയാളങ്ങൾ നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. മാത്രമല്ല ആമേൻ സ്തോത്രം, അവരെ പൊതുതടവിലാക്കിയപ്പോൾ കൂടെ ദൂതൻ അവരെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് പറയുന്നു, ജീവൻ്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിക്കണം. സ്തോത്രം. അങ്ങനെ അത് കേട്ട് വീണ്ടും ഈ അപ്പോസ്തലന്മാർ കടന്നു വന്ന് ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതേ, ദൈവവചനം ഉപദേശിച്ചു, ജീവൻ്റെ വചനം പ്രസ്താവിച്ചു. ഈ ഒറ്റ കാരണത്താൽ വീണ്ടും അവരെ പിടിക്കുന്നു. സ്തോത്രം. അവരെ വീണ്ടും ന്യായാധിപ സംഘത്തിൻ്റെ അവിടെ കൊണ്ടുപോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 28-ാം വചനത്തിൽ അവർ വീണ്ടും അവരോട് ചോദിക്കുന്നു, ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. ആമേൻ സ്തോത്രം. എന്നാൽ 29-ാം വചനത്തിൽ പത്രോസിന് ശേഷം അപ്പോസ്തലന്മാർ ഒരു കാര്യം പറയുന്നു: മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രവർത്തികളൊക്കെയാ അവിടെ അപ്പോസ്തലന്മാർ ചെയ്തത്. ഹല്ലേലൂയ. ഇന്നും നാം അങ്ങനെ ചെയ്യുന്നവരാണോ?
ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമാകും വേണം കർത്താവിൻ്റെ വാക്ക് അതുപോലെ അനുസരിച്ച് സാഹചര്യങ്ങളെ നോക്കാതെ മനുഷ്യരെ നോക്കാതെ ദൈവം പറയുന്നത് ദൈവികമായ കാര്യങ്ങൾ അതുപോലെ നാം ചെയ്യുമ്പോൾ എതിർപ്പുകളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവിടെ നാം തളർന്നു പോകരുത്. ഈ അപ്പോസ്തലന്മാരെ പോലെ നമുക്കും പറയുവാൻ കഴിയുമോ? ദൈവത്തെക്കാൾ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവർ അവിടെ ഉത്തരം പറയുന്നു. സ്തോത്രം. വീണ്ടും കോപപരവശരായി ഇവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചുവെന്ന് 33-ാം വചനത്തിൽ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ സ്തോത്രം, ഗമാലിയേൽ എന്നൊരു പരീശൻ അവിടെ എഴുന്നേറ്റ് ആമേൻ സ്തോത്രം അവരോട് അല്പസമയം സംസാരിക്കുന്നു. അപ്പോഴാ പറയുന്നത് ഹല്ലേലൂയ, ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഇങ്ങനത്തെ ചെറിയ ഉപദ്രവങ്ങൾ ചെയ്യുമ്പോഴേ അത് മാനുഷികമാണെങ്കിൽ അത് നശിച്ചു പോകും. എന്നാൽ അത് ദൈവികമായ ആലോചനയാണോ, ദൈവികമായ പ്രവൃത്തിയാണോ, ദൈവത്താലാണോ അവർ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ജീവൻ്റെ വചനം ദൈവാത്മ നിയോഗത്താലാണോ അവർ പ്രസ്താവിക്കുന്നത്, ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ഉപദേശമാണോ അവർ പറയുന്നത്, ജീവനുള്ള ദൈവത്തെയാണോ അവർ അനുസരിക്കുന്നത്, എന്നാൽ അത് ദൈവികമാണ്, അതിനെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അതെ, ദൈവം ഏൽപ്പിച്ചതിനെ വിശ്വസ്തയോടെ നാം ചെയ്യുന്നുണ്ടോ എങ്കിൽ ഒരിക്കലും നാം നശിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അത് ഏത് മേഖലകളിലായിരുന്നാലും ശുശ്രൂഷാ തലങ്ങളിലും എവിടെയും ദൈവം ഏൽപ്പിച്ചതിനെ ദൈവികമായ കാര്യങ്ങളെ ആമേൻ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ട്. ദൈവാത്മാവിൻ്റെ നടത്തിപ്പിനനുസരിച്ച് നാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അതോ നാം സ്വന്തം ഇഷ്ടപ്രകാരം സാഹചര്യങ്ങളനുസരിച്ച് മനുഷ്യരെയും അനുസരിച്ച് ദൈവത്തെയും അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണോ? അതെ, ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ നമുക്ക് കഴിയത്തില്ല. ലോകവും ദൈവവും വേണം എന്നുള്ള അവസ്ഥയിൽ പോയാൽ നാം നശിച്ചു പോകുവാനിടയാകും. എന്നാൽ പൂർണ്ണമായി ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട് നാം ചെയ്യുന്ന ആലോചനയോ പ്രവൃത്തിയോ അത് ദൈവികമാണെങ്കിൽ, ദൈവഹിതപ്രകാരമാണെങ്കിൽ നാം നശിച്ചു പോകത്തില്ല, ആർക്കും നശിപ്പിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത 41-ാം വചനത്തിലൊക്കെ വായിക്കുന്നു, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. 42-ാം വചനത്തിൽ വീണ്ടും അവർ ദിനം തോറും ദൈവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കും, യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അധികമായി അവർ ചെയ്തു, വിടാതെ അവർ ചെയ്തു. ഹല്ലേലൂയ. അതെ, ഈ നാളുകളിൽ മനുഷ്യരെ കാലം നമുക്ക് ദൈവത്തെ അനുസരിക്കാം. ദൈവത്തിൻ്റെ ജീവവചനം കർത്താവ് അവൻ പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പ്രസ്താവിക്കാം. ഹല്ലേലൂയ. മടിച്ചു നിൽക്കേണ്ട ദൈവം തന്ന കൃപകളെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കാം. മനുഷ്യരെ നോക്കേണ്ട, സാഹചര്യങ്ങളെ നോക്കേണ്ട. വിളിച്ച ദൈവം വിശ്വസ്തൻ, നമ്മോട് കൂടിയുണ്ട്. നമ്മെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവകാര്യങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം യേശുക്രിസ്തു പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങനെ ഞങ്ങൾക്ക് നൽകി നല്ല ആലോചനയ്ക്ക് സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നപ്പ കർത്താവേ സ്തോത്രം. അതേ, മാനുഷ്യമെന്ന വരികിലോ നിങ്ങൾക്ക് നശിപ്പിക്കുവാൻ കഴിയും, ദൈവികമകലോ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. ഏത് കാര്യങ്ങളും ദൈവാത്മ നിയോഗത്താൽ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവഹിതപ്രകാരം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിശ്വസ്ത ദാസനായി ദാസിയ നാടുകൾ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകാര്യങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, മനുഷ്യരെ അനുസരിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് മുന്നേറുവാൻ സഹായിക്കണമേ. അതിനാൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു.